ഇതെൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടത് ഇതാ ഇങ്ങനെ നിൽക്കുന്ന 3 അങ്ങനെ വെറുതെ വിടാനും തോന്നിയിട്ടില്ല. എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ ഇന്നലത്തെ ചിക്കൻ ഫ്രൈയും പിന്നെ രാവിലത്തെ 2 ദോശയും കുറച്ച് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇതിലേക്ക് കുറച്ച് ചോറും കുറച്ച് കറിയും കൂടി ആഡ് ചെയ്തിട്ട് 3 പേർക്കും കൂടി വീതിച്ച് കൊടുക്കാമെന്ന്. അതിലുള്ള 2 പട്ടികൾ മിക്കവാറും എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഞാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കും. ഇന്നാണ് ഈ 3 കൂടി ഒന്നിച്ച് വന്നത്. ആ വെള്ള കളറിലെ പട്ടികൾ അമ്മയും മോളുമാണ് കേട്ടോ. അത് എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ളൊരു കാട്ടിലാണ് അത് ജനിച്ചതും. അവിടെ നിന്ന് എപ്പോഴും നമ്മുടെ വീട്ടിലേക്കും തൊട്ടപ്പുറത്തുള്ള 2 വീട്ടിലേക്കൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ നിനക്കെന്താ അതിനെ വളർത്തിക്കൂടെയെന്ന്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു 10ൽ കൂടുതൽ പട്ടികളുണ്ടായിരുന്നു. അതൊക്കെ കാണാണ്ടാവുകയും ചത്തുപോയാലും ചെയ്യുന്ന സമയത്ത് നമുക്കത് മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ വളർത്തുന്ന ഒരു പെറ്റ് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, സംഭവിക്കണമെന്നില്ല, അതിനെന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അത് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിനെ തന്നെ അത് വളരെയധികം നല്ലോണം ബാധിക്കുന്നുണ്ട്. 2 മാസം മുന്നെയാണ് എൻ്റെ വീട്ടിലത്തെ അവസാനത്തെ പട്ടി ജാസ്മിൻ എന്നാണ്, അതും കൂടി മരിച്ചു പോയത്. അത് ഫിക്സ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് പട്ടികൾക്ക് വരുന്നത്. അത് വന്നിട്ട് അതിനൊരു ഇഞ്ചക്ഷൻ വെച്ചു. അതിനുശേഷം അതിൻ്റെ പല്ലൊക്കെ ഊരിപ്പോവുകയും അതിന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ലാസ്റ്റ് മെലിഞ്ഞ് ഡോക്ടറെ കാണിക്കുമായിരുന്നു. പക്ഷേ കാണിച്ചിട്ട് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അപ്പം തന്നെ അതിൻ്റെ പല്ലൊക്കെ ഊരിപ്പോയിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു. അതിനുശേഷം നമ്മൾ കരുതി ഇനി ഒരിക്കലും വീട്ടിൽ പട്ടിയെ പോലത്തുള്ള ഭയങ്കര ഇമോഷണലി ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മൃഗങ്ങളെ വളർത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഡോഗിനെ വളർത്താത്തത്. കാരണം ഒരു ഡോഗിനെ വളർത്തുന്നവർക്ക്, ഡോഗിനെ മാത്രമല്ല എല്ലാ പെറ്റ്സിനും, പക്ഷെ നമ്മുടെ വീട്ടുകാരും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നത് ഡോഗായിട്ടാണ്. അപ്പം അവർക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു അതായത് ഈ വേർപാട് നമുക്ക് അത്രക്കും മെൻ്റലിയും എല്ലാ തരത്തിലും നമ്മളെ ബാധിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നതും കാത്തുതാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും നമുക്ക് ഇതിന് 3 മൂന്ന് ഇലയിലായിട്ട് കൊടുക്കുക. കാരണം ഒന്നിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അടി ഉണ്ടാക്കും. നമുക്കിതാ ഇവിടെ നിന്ന് ഒരു 3 ഇല പറിക്കാം. ഇതിന് നമ്മൾ കുറുക്കുട്ടി എന്നാണ് പറയുക. കാസർഗോഡ് പൊതുവെ ഇതിനെ കുറുക്കുട്ടി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇതിന്? ഇതിലാകുമ്പോൾ പണ്ടൊക്കെ ഇതിൽ മീൻ വാങ്ങാനും ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോകാനൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ നമുക്കിതിന്ന് 3 ഇല കിട്ടി. അപ്പം 3 ഇല 3 പട്ടികളൊക്കെ ആയിട്ട് വെച്ചു. മഴയായിട്ട് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഇട്ട് കൊടുക്കുന്ന സമയത്താണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിലിടുമ്പോൾ തന്നെ 3 വന്നിൽ ഒന്നിൽ വീഴും. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഈ സ്നേഹം മതി നമുക്ക് ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ തന്നെയാണ്, ഒരു വിളിച്ചാൽ മതി, എവിടെ ദൂരത്തുനിന്നാണെങ്കിലും ഓടി അങ്ങ് വരും. അങ്ങനെ ഇത് രണ്ടും കഴിക്കാൻ തുടങ്ങി. മറ്റേതിനാണെങ്കിൽ കാണുന്നില്ല. രസമല്ലേ ഇങ്ങനെ കഴിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ എന്ത് ഉണ്ടെങ്കിലും ഇങ്ങനെ വിളിച്ച് കൊടുക്കാറുണ്ട്. വിളിച്ചാൽ തന്നെ അപ്പം ഇത് ഓടിയെത്തും. അപ്പോഴത്തേക്ക് ഇതാ ഇവനും ഇവിടെ വന്നു. കുഴപ്പമില്ല, കുറച്ചിൻ്റെ ചോറും കൂടി ചിക്കൻ കറിയിൽ കുഴച്ചിട്ട് അതിന് വേറെ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി അതിന്ന് ഒന്നിൽ തന്നെ കഴിക്കും. അതുകൊണ്ട് നമുക്കതിന് വേറെ തന്നെ ഒരു ഇലയിൽ ഇട്ടിട്ട് പുറത്തേക്ക് തന്നെ ആക്കിയിട്ട് വെക്കാം. നമുക്കിത് ഗേറ്റിൻ്റെ പുറത്തോട്ട് വെക്കാം. കാരണം ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റു 2 കൂടി അതൊന്ന് കഴിക്കും. അപ്പോൾ ഇതിന് കഴിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ 2 അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല. മാറി നിൽക്കേ, മറ്റുള്ളവരുടെ ആഹാരത്തിൽ തലയിടാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം എടുത്ത് മാറ്റാം. കാരണം അമ്മ ഉണ്ടായിരുന്നു കൊല്ലാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഇതിനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അമ്മ പറയും അവർ പിന്നെ ഇവിടെ തന്നെയാവുന്നു. കുറച്ച് വെള്ളം കൂടി കൊടുക്കാം, കുടിച്ചിടും. കൊടുത്തതിനുള്ള നന്ദി അവരിപ്പോൾ കാണിക്കും. കണ്ടോ 1 ഇത് കൊടുത്തതിൻ്റെ നന്ദിയല്ല കേട്ടോ, ഇവരെപ്പോഴും എന്നെ കണ്ടാലും ഇങ്ങനെ കാണിക്കും. കാരണം മുൻ ജന്മത്തിൽ ഞാൻ ഇവരുടെ ആരോ ആയിരുന്നു എന്ന് തോന്നുന്നു. എന്ത് രസമല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഹാപ്പി അല്ലേ ഗൈസ്? ഹാപ്പി അല്ലേ? യെസ്, ഓവർ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പോകാം. बोलो हाय, बोलो से हाय, बाय परा, बाय बॉय.